ഇതുണ്ട്. ഇതൊരു ടച്ച് സർക്യൂട്ട് ബോർഡാണ്. 9 വോൾട്ട് ബാറ്ററി. ഇതിവിടെ ബാറ്ററി കാണാം. ഇത് ഓൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇത് ഇവിടെ ഇതുമേ ടച്ച് ചെയ്യുമ്പോൾ കണ്ട ചുവപ്പ് കത്തി, ഇതുമേ ടച്ച് ചെയ്യുമ്പോൾ ബ്ലൂ കത്തി കണ്ട. സർക്യൂട്ട് ബോർഡാണ്. ഒരു ബാറ്ററി 9 വോൾട്ട് ബാറ്ററി 555 ICൻ്റെ ഇത് കാണുന്നത്. ഈ കാണുന്നത് 555 IC ബ്രെഡ് ബോർഡാണ്. ഇതിലിങ്ങനെ ഓരോന്ന് കുത്തി നോക്കിയിട്ട് കണക്കൊക്കെ പഠിക്കാം. ഈ സർക്യൂട്ടിൻ്റെ മാതിരി ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ളത് ഉണ്ട്. ഇതാണ് ഇവിടെ ഞാൻ 6 വോൾട്ട് ചെയ്യണത്. ഇതിൻ്റെ ഇതുണ്ട്. ഇത് ഒരെണ്ണം ബ്ലാക്ക് ഒരെണ്ണം റെഡ്. ഇത് പോസിറ്റീവ് റെഡും ഇത് ബ്ലാക്കും. 9 വോൾട്ട് കൊടുക്കുക. 6 വോൾട്ട് കൊടുത്താൽ മതി. ഇത് വേണ്ട. ഒന്ന് നെഗറ്റീവ് ആയിക്കണ്. 8 പോസിറ്റീവ് വേണ്ട. അങ്ങനെ പോസിറ്റീവ് ഇത് വേണ്ട. പിന്നെ ഈ 555 അങ്ങനെയാണ്. 3 ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടച്ച് ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജ് ഇതിലേക്ക് വരും. ഇത് ഈ ICയുടെ ഉള്ളിൽ നിന്ന് ഒരു വോൾട്ടേജ് ഇതിൽ കണ്ട 8ഉം 1ഉം അതിൻ്റെ ഫങ്ഷൻ ഇതിലേക്ക് ഒരു വോൾട്ടേജ് വരും. വേണ്ട. നെഗറ്റീവ് വോൾട്ടേജ് വരും, പോസിറ്റീവ് വോൾട്ടേജ് വരും. നെഗറ്റീവ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇതൊന്നും നോക്കണ്ട. ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ ഈ നീല പക്ഷി പോകുന്നത് അങ്ങനെ വന്ന് ഇതിലേക്ക് വരും നെഗറ്റീവ് വോൾട്ടേജ്. വേണ്ട. നെഗറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ ഈ കാണുന്നത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ ഏത് നെഗറ്റീവിൻ്റെ ഇത് നെഗറ്റീവ്. അപ്പോൾ ഈ നെഗറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ചെയ്യും. ഇവിടെ ഇതിങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അതായത് വോൾട്ടേജ് വരുമ്പോൾ ഇത് കോണ്ടാക്റ്റ് ആവും, സ്വിച്ചായിട്ട് കണ്ട. അപ്പോൾ അവിടെ നിന്ന് ഈ PNP 557 558 ഒരേ ഇതിൽ പെട്ട തന്നെ ട്രാൻസിസ്റ്റർ, ലോ പവർ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇത് ഈ നെഗറ്റീവ് വോൾട്ടേജ് ഇത് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് വോൾട്ടേജ് ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് ഇത് റിലേ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനമാണ്. വേണ്ട. വേണ്ട. ഒന്ന് ഇവിടെ ഇപ്പുറത്ത് കോയിലുണ്ട്, ഒരു കുറ്റീൻ്റെ ഇപ്പുറത്തെ കുറ്റീൻ്റെ ഇങ്ങനെ കോയിൽ. ഈ കാണുന്നത് ഈ 2 കുറ്റി നടക്കിലുള്ള കോയിൽ. അതിൻ്റെ നടുവിലുള്ള കുറ്റീൻ്റെ ഈ കാണുന്നത്. അതിൻ്റെ ഒരു കുറ്റി 2 അറ്റത്തുള്ളത്. ഇതിൽ AC കൊടുക്കാം. ഇതിൽ AC കൊടുക്കുക. ഒരു പോയിൻ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് AC കൊടുക്കുക. അപ്പോൾ ഇപ്പുറത്ത് എപ്പോഴും കോണ്ടാക്റ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് കോയിലാണെച്ചാൽ ഇതിലേക്ക് കറണ്ട് കിടക്കില്ല. AC കറണ്ട് ഷോക്ക് അടിക്കുക കറണ്ട് ഇതിലേക്ക് കിടക്കില്ല. ഇത് രണ്ടും കോയിലാണ്. ഇതിലും മാത്രമാണ്. ഈ 3 പോയിൻറ്റിൽ മാത്രമാണ് ഞാൻ 3 പോയിൻ്റ് അഞ്ചേക്കണ്. ഈ ഒരു പോയിൻ്റ് ഈ ഒരു പോയിൻ്റ് 3 പോയിൻ്റ് മാത്രമേ സപ്ലൈ ഉണ്ടാവുള്ളൂ. ഇതിൽ ഈ DC ചെറിയ വോൾട്ടേജ് വർക്കിങ് ഇതിൽ കറണ്ടിനെ ഓൺ ഓഫ് ഒക്കെയാണ്. ഷോക്കൊന്നും വലിയ രീതിയിൽ ഇതിൽ മാത്രമേ ഷോക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് അതുമായുള്ള ഇതും റിലേ തന്നെ, ഇതൊന്നും റിലേ തന്നെ. ഇതും ഇപ്പം ഞാൻ കാണാൻ വേണ്ടി തന്ന വേണ്ട. അപ്പോൾ നെഗറ്റീവ് വോൾട്ട്സ് ഇത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ റിലേ ഇവിടുന്ന് വന്നുള്ള പോയിൻറ്റിന് ഇതിൽ വന്നടിക്കും. അപ്പോൾ ഇവിടുന്ന് AC വന്നിട്ട് ഈ AC ഇങ്ങനെ വന്ന് ഒരു സ്വിച്ചായിട്ട് വർക്കിങ് കണ്ട ലൈറ്റിൽ വരും. അപ്പോൾ ലൈറ്റ് കത്തും. അപ്പോൾ ഇതും ഇതായിട്ട് ഒരു AC ആയിട്ട് ബന്ധമില്ല. ഇത് ഈ കോയിലും ഇതായിട്ട് ഇതിലാണ്. ഇത് ചെറിയ വോൾട്ടേജിൻ്റെ കോയിൽ ഇത് വരുമ്പോൾ ഇതൊരു കാന്താവും. ഇതിലൊരു ഇരുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാന്താവുമ്പോൾ ഇതിന് വന്ന് അടിച്ചിരിക്കുന്ന സാധനം ഇതിലൊന്ന് അടിക്കും. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇവിടേക്കില്ല കണക്ഷൻ ഇത് കത്തും. ഇത് പോസിറ്റീവ്. അത് സമയം ഇത് പോസിറ്റീവ് ആകുമ്പോൾ ഇങ്ങോട്ട് കിടക്കില്ല കറണ്ട്. ഇത് പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് കിടക്കില്ല. പോസിറ്റീവ് വെച്ചാൽ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. അല്ല ഇത് നെഗറ്റീവ് അല്ല, അത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇതിൽ പോസിറ്റീവ്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും. ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ ഡയോഡ് ബാക്ക് EMF ഒരു EMF വോൾട്ടേജ് വന്ന് നശിപ്പിക്കാണ്ടിരിക്കുന്ന ഈ ഡയോഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിന് ഇവിടെ ഒരു LED ഇടാം. LED ലൈറ്റ് ഇടാം. അപ്പോൾ ചെറിയ വോൾട്ടേജിൽ അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്ന ആ ലൈറ്റ് കത്തിയാൽ ഇത് ഇങ്ങനെ കോണ്ടാക്റ്റ് വന്ന് ഇത് മടിക്കും. അത് രണ്ട് തരം ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്റർ കണ്ടില്ലേ ഇങ്ങനെ വന്ന് ഈ കോലിൽ നിന്ന് വന്ന് ഇങ്ങനെ വന്ന് എമിറ്റർ. ഇത് എമിറ്റർ നെഗറ്റീവ്. ഇത് 548 549 547 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ട്രാൻസിസ്റ്ററുകൾ. അതിൻ്റെ കണക്ടർ ഇതിങ്ങനെ വന്ന് ഇത് കോണ്ടാക്റ്റ് വരും. ഈ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. ഇവിടെ നിന്ന് സ്വിച്ച് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വോൾട്ടേജ് വന്ന് ഇത് കണക്ട് ചെയ്തു.
അപ്പോൾ ഇത് മാഗ്നറ്റായി. അപ്പോൾ ഇത് ഈ പോയിൻ്റ് വന്ന് ഇതിലടിക്കും. അപ്പോൾ വേണ്ട AC വന്ന് നിങ്ങത്തും ഇതുമ്പോൾ ടച്ച് ചെയ്താൽ ഒരു ഏത് പോസിറ്റീവ് വെച്ചാൽ പോസിറ്റീവ് ബോൾസ് ആവുന്ന വെച്ചാൽ പോസിറ്റീവ് കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ബോൾസ് ആവുന്ന നെഗറ്റീവ് കണ്ടക്ട് ചെയ്യും. വേണ്ട അപ്പോൾ ഇതിൽ കൂടെ പോസിറ്റീവ് വന്നേക്കണം, ഇതാ കണ്ടക്ട് ചെയ്യുള്ളൂ. ഇത് കണ്ടക്ട് ചെയ്യില്ലേ, ഇത് പോസിറ്റീവ് അല്ല, ഇത് പോസിറ്റീവ് അല്ല, അത് കാരണം ഇത് കണ്ടക്ട് ചെയ്യുക. ഇത് നെഗറ്റീവ് ബോൾസ് ആവുന്ന വെച്ചാൽ ഇതിൽ കണ്ടക്ട് ചെയ്യില്ല, ഇത് മാത്രം കണ്ടക്ട് ചെയ്യുള്ളൂ. അങ്ങനൊരു ടച്ച് സർക്യൂട്ട് ബോർഡാണ് ഇത്. അങ്ങനെയുള്ളത് അപ്പോൾ കുറച്ച് ഭാഗം കിട്ടിയപ്പോൾ ഞാൻ അത് സിമ്പിളാക്കി വരച്ചുണ്ടാക്കിയതാണ്.